കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിൽ കരുവന്നൂർ ബാങ്കിന്റെ ഒളിച്ചുകളി. കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് നിക്ഷേപകർക്ക് നഷ്ടമായ പണം നൽകാൻ തയ്യാറാണെന്ന് ഇഡി കോടതിയെ അറിയിച്ചെങ്കിലും ബാങ്ക് ഇതുവരെ മറുപടി നൽകിയില്ല. ഇഡി കണ്ടുകെട്ടിയ ബാങ്കിലെ പണം വിതരണം ചെയ്യാൻ നിയമപരമായ തടസ്സമുണ്ടെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. നഷ്ടമായ പണം തിരികെ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകരിൽ ചിലർ കലൂർ PMLA കോടതിയെ സമീപിച്ചിരുന്നു. 7 നിക്ഷേപകരാണ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്കിന് തിരികെ നൽകാൻ തയ്യാറാണെന്നും ബാങ്കാണ് നിക്ഷേപകർക്ക് പണം നൽകേണ്ടതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു. ഇഡി കണ്ടുകെട്ടിയ ബാങ്കിലെ പണം വിതരണം ചെയ്യാൻ നിയമപരമായി തടസ്സമുണ്ടെന്നും പിടിച്ചെടുത്ത പണത്തിന്റെ ഉടമകൾ പലതരത്തിലുള്ള കേസുകളുമായി മുന്നോട്ട് പോവുകയാണെന്നും ബാങ്ക് അധികൃതർ പറയുന്നു. ഇഡി ആരോപിച്ച് ഫ്രീസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ, അതിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ CPIMന്റെ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ വ്യക്തികൾ, കേസുള്ള വ്യക്തികളുടെ ഉണ്ട്, വാഹനങ്ങളുണ്ട്, ഭൂമിയുണ്ട്. ഇതൊക്കെ ആ കേസിൻ്റെ തീർപ്പായ ശേഷമല്ലേ അത് വിതരണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സമാനമായ തട്ടിപ്പ് നടന്ന കണ്ടല സഹകരണ ബാങ്ക് ഇഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. 1 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടല ബാങ്കിന് ഇഡി കൈമാറിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മീഡിയ 1 കൊച്ചി.